SSLC ബയോളജിയിലെ ചാപ്റ്റർ 3 ആയ ബിഹൈൻഡ് സെൻസേഷൻസ് വെറും 15 മിനിറ്റ് കൊണ്ട് ഈ ചാപ്റ്റർ മുഴുവൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന മാറ്റങ്ങളെ നമ്മൾ തിരിച്ചറിയാൻ സഹായിക്കുന്നത് നമ്മുടെ സെൻസ് ഓർഗൻസ് ആണ്. കൂട്ടുകാർക്കറിയാമല്ലോ, കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിവയാണ് നമ്മുടെ മെയിൻ സെൻസ് ഓർഗൻസ് എന്ന്. നമ്മുടെ ബോഡിയിൽ പലതരം റെസ്പോൺസസ് ഉണ്ടാക്കാൻ കാരണമാകുന്ന സാഹചര്യങ്ങളെ നമ്മൾ സ്റ്റിമുലൈ എന്ന് വിളിക്കുന്നു. ഈ സ്റ്റിമുലൈ എക്സ്റ്റേണൽ സ്റ്റിമുലൈ ആകാം, അല്ലെങ്കിൽ ഇന്റേണൽ സ്റ്റിമുലൈ ആകാം. പുറത്തുനിന്നുള്ള സ്റ്റിമുലൈയാണ് എക്സ്റ്റേണൽ സ്റ്റിമുലൈ. നമ്മുടെ ഉള്ളിൽ നിന്നുള്ളവയാണ് ഇന്റേണൽ സ്റ്റിമുലൈ. ഈ സ്റ്റിമുലൈകളെ തിരിച്ചറിയാൻ നമ്മുടെ ബോഡിയിൽ പ്രത്യേകതരം സെൽസ് ഉണ്ട്. അവയെ നമ്മൾ സെൻസറി റിസെപ്റ്ററുകൾ എന്ന് വിളിക്കുന്നു. ഈ റിസെപ്റ്ററുകളിൽ സ്റ്റിമുലൈ വരുമ്പോൾ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഉണ്ടാകുന്നു. ഇതിനെ നമ്മൾ റിസെപ്റ്റർ പൊട്ടൻഷ്യൽ എന്നാണ് പറയുന്നത്. ഈ ഇമ്പൾസസ് കൂടി വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ന്യൂറോണുകളിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാകുന്നു. ഈ ആക്ഷൻ പൊട്ടൻഷ്യലാണ് പിന്നീട് നെർവ് ഇമ്പൾസസ് ആയിട്ട് മാറുന്നത്. ഈ നെർവ് ഇമ്പൾസസ് നേരെ ബ്രെയിനിലെത്തുന്നു. അങ്ങനെ ബ്രെയിൻ ഇതെല്ലാം അനലൈസ് ചെയ്തിട്ട് എന്ത് റെസ്പോൺസാണ് വേണ്ടതെന്ന് തീരുമാനിക്കുന്നു. ഈ റെസ്പോൺസ് ഇൻസ്ട്രക്ഷൻസ് മസിൽസിലേക്കും ഗ്ലാൻഡ്സിലേക്കും എത്തുന്നു. അപ്പോഴാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്. നമ്മുടെ സ്കിൻ, മസിൽസ് തുടങ്ങിയ ഭാഗങ്ങളിലെ റിസെപ്റ്ററുകൾ ജനറൽ സെൻസസ് തിരിച്ചറിയാൻ സഹായിക്കുന്നു. എന്നാൽ ചില പ്രത്യേക ഓർഗൻസിലുള്ള റിസെപ്റ്ററുകൾ സ്പെഷ്യൽ സെൻസസ് തിരിച്ചറിയാനാണ് സഹായിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻസ് ഓർഗനായ കണ്ണിനെക്കുറിച്ച് പഠിക്കാം. പുറം ലോകത്തെ കാണാൻ നമ്മളെ സഹായിക്കുന്നത് ഐ ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. കണ്ണിന്റെ മുൻഭാഗം കവർ ചെയ്യുന്ന മെംബ്രെയിനാണ് കൺജങ്ക്ടൈവ. കൺജങ്ക്ടൈവ കോർണിയയെ കവർ ചെയ്യുന്നില്ല എന്ന് പ്രത്യേകം ഓർക്കണം. കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും മോയിസ്റ്റായി നിർത്താനുമാണ് കൺജങ്ക്ടൈവ സഹായിക്കുന്നത്. കണ്ണുനീരുണ്ടാക്കുന്നത് ലാക്രിമൽ ഗ്ലാൻഡ്സ് ആണ്. ഇവ ഐലിഡ്സിന്റെ മുകൾ ഭാഗത്താണുള്ളത്. കണ്ണുനീർ കണ്ണിന് ന്യൂട്രിയൻസ് നൽകാനും വേസ്റ്റ് മെറ്റീരിയൽസ് കളയാനും സഹായിക്കുന്നു. കണ്ണുനീരിൽ ലൈസോസൈം എന്ന എൻസൈം ഉണ്ട്. ഇത് കണ്ണിനെ ഇൻഫെക്ഷൻസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് കണ്ണിന്റെ ലേയേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. കണ്ണിന് പ്രധാനമായും 3 ലേയേഴ്സാണുള്ളത്. ഏറ്റവും പുറമേയുള്ള ലെയറാണ് സ്ക്ലീറ. സ്ക്ലീറ കണ്ണിന് ഫേംനെസ്സും പ്രൊട്ടക്ഷനും നൽകുന്നു. സ്ക്ലീറയുടെ മുൻഭാഗത്തുള്ള ട്രാൻസ്പെറന്റ് ആയ ഭാഗമാണ് കോർണിയ. കോർണിയയിലൂടെയാണ് ലൈറ്റ് കണ്ണിനുള്ളിലേക്ക് കടക്കുന്നത്. കണ്ണിന്റെ രണ്ടാമത്തെ ലെയറാണ് കോറോയിഡ്. കോറോയിഡ് കണ്ണിന്റെ ഉള്ളിലെ ലെയറിന് ഓക്സിജനും ന്യൂട്രിയൻസും നൽകുന്നു. കൂടാതെ കണ്ണിന്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും ഇത് സഹായിക്കുന്നു. കോർണിയയുടെ പുറകിലായി കാണുന്ന ഭാഗമാണ് ഐറിസ്. ഐറിസിന്റെ നടുവിലുള്ള ഹോളാണ് പ്യൂപ്പിൾ. ഐറിസിനുള്ള മെലാനിൻ എന്ന പിഗ്മെന്റാണ് കണ്ണിന് കളർ നൽകുന്നത്. കൂടാതെ ലൈറ്റിന്റെ ഇന്റൻസിറ്റി അനുസരിച്ച് പ്യൂപ്പിളിന്റെ സൈസ് കൺട്രോൾ ചെയ്യുന്നത് ഐറിസിലെ മസിൽസാണ്. പ്യൂപ്പിളിന്റെ സൈസ് കൺട്രോൾ ചെയ്യാൻ സർക്കുലാർ മസിൽസും റേഡിയൽ മസിൽസും സഹായിക്കുന്നു. ഇനി കണ്ണിന്റെ ഏറ്റവും ഉള്ളിലെ ലെയറാണ് റെറ്റിന. റെറ്റിനയിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. റെറ്റിനയിൽ ഫോട്ടോ റിസെപ്റ്റർ സെൽസ് ഉണ്ട്. 2 തരം ഫോട്ടോ റിസെപ്റ്റർ സെൽസാണുള്ളത്: റോഡ് സെൽസും കോൺ സെൽസും. റോഡ് സെൽസിലുള്ള പിഗ്മെന്റാണ് റോഡോപ്സിൻ. കോൺ സെൽസിലുള്ളത് ഫോട്ടോപ്സിനാണ്. ഈ 2 പിഗ്മെന്റിലും ഓപ്സിൻ എന്ന പ്രോട്ടീനും വിറ്റമിൻ എയിൽ നിന്നുണ്ടാകുന്ന റെറ്റിനാർ എന്ന ഭാഗവുമുണ്ട്. എന്നാൽ റെറ്റിനാലിന്റെ കെമിക്കൽ സ്ട്രക്ചർ രണ്ടിടത്തും വ്യത്യാസമാണ്. ഇരുട്ടത്ത് ഫോട്ടോ റിസെപ്റ്ററുകൾ ഗ്ലൂട്ടമേറ്റ് എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഓഫ് ബൈപോളാർ സെൽസ് ആക്റ്റീവ് ആകുകയും നമ്മൾ ഇരുട്ടറിയുകയും ചെയ്യുന്നു. എന്നാൽ ലൈറ്റ് വരുമ്പോൾ ഗ്ലൂട്ടമേറ്റ് പ്രൊഡക്ഷൻ നിൽക്കുന്നു. അപ്പോൾ ഓൺ ബൈപോളാർ സെൽസ് ആക്റ്റീവ് ആകുകയും വിഷൻ സാധ്യമാകുകയും ചെയ്യുന്നു. നമ്മുടെ കണ്ണിൽ 3 തരം കോൺ സെൽസാണുള്ളത്. ഷോർട്ട് വേവ് ലെങ്ത് അറിയുന്ന എസ് കോൺസ് ബ്ലൂ കളർ കാണാൻ സഹായിക്കുന്നു. മീഡിയം വേവ് ലെങ്ത് അറിയുന്ന എം കോൺസ് ഗ്രീൻ കളർ കാണാൻ സഹായിക്കുന്നു. ലോങ്ങർ വേവ് ലെങ്ത് അറിയുന്ന എൽ കോൺസ് റെഡ് കളർ കാണാൻ സഹായിക്കുന്നു. ഈ 3 തരം കോണുകളും പല അളവിൽ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് നമ്മൾ പലതരം കളേഴ്സ് കാണുന്നത്. ചില ആളുകൾക്ക് ചില കളേഴ്സ് തിരിച്ചറിയാൻ സാധിക്കില്ല. ഈ അവസ്ഥയെ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നു. ഇത് എക്സ് ക്രോമസോമിലെ ജീൻസിലുണ്ടാകുന്ന പ്രശ്നം കൊണ്ടാണ് വരുന്നത്. അതുകൊണ്ട് പുരുഷന്മാരിലാണ് ഇത് കൂടുതൽ കാണുന്നത്. നമ്മുടെ 2 കണ്ണുകളിലും ഇമേജ് ഫോം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഒരു ഒബ്ജക്റ്റ് മാത്രമേ കാണുന്നുള്ളൂ. കാരണം 2 കണ്ണിൽ നിന്നുമുള്ള ഇമേജുകൾ ബ്രെയിനിലെ വിഷൻ സെന്ററിലെത്തുമ്പോൾ ബ്രെയിൻ അതിനെ കമ്പൈൻ ചെയ്യുന്നു.
ഇതിനെ നമ്മൾ ബൈനോക്കുലാർ ഫ്യൂഷൻ എന്ന് വിളിക്കുന്നു. ഇത് കാരണമാണ് നമുക്ക് 3D വിഷൻ കിട്ടുന്നത്. ഇനി കണ്ണിനെ ബാധിക്കുന്ന ചില ഡിസീസസ് നോക്കാം. ഷോർട്ട് സൈറ്റഡ്നെസ് അഥവാ മയോപ്പിയ ഉള്ളവർക്ക് അടുത്തുള്ളത് മാത്രമേ കാണാൻ സാധിക്കൂ. ഐബോൾ വലുതാകുന്നതുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്. ഇതിന് പരിഹാരമായി കോൺകേവ് ലെൻസ് ഉപയോഗിക്കാം. ലോങ് സൈറ്റഡ്നെസ് ഉള്ളവർക്ക് ദൂരെയുള്ളത് വ്യക്തമായി കാണാൻ സാധിക്കും. ഇതിന് പരിഹാരമായി കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കാം. കണ്ണിലെ ലെൻസ് ഒപ്പേക്കാകുന്ന അവസ്ഥയാണ് കാറ്ററാക്ട്. ഇത് സർജറി വഴി ലെൻസ് മാറ്റിവെച്ചാൽ ശരിയാക്കാം. അക്വസ് ഹ്യൂമർ റീഅബ്സോർബ് ചെയ്യാത്തത് കാരണം കണ്ണിൽ പ്രഷർ കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. കൺജങ്ക്ടൈവയിലുണ്ടാകുന്ന ഇൻഫെക്ഷനാണ് കൺജങ്ക്ടൈവറ്റിസ് അല്ലെങ്കിൽ ചെങ്കണ്ണ്. വിറ്റമിൻ എയുടെ കുറവ് കാരണമുണ്ടാകുന്നതാണ് നൈറ്റ് ബ്ലൈൻഡ്നസ്. വിറ്റമിൻ എയുടെ കുറവ് വല്ലാതെ കൂടിയാൽ കോർണിയ ഒപ്പേക്കാകുന്ന സെറോഫ്താൽമിയ എന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് കണ്ണിന്റെ ആരോഗ്യം വളരെ പ്രധാനമാണ് കൂട്ടുകാരെ. കൂടുതൽ നേരം സ്ക്രീനിൽ നോക്കാതിരിക്കാനും കൃത്യമായി ഐ ടെസ്റ്റ് ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കണം. ഒക്ടോബർ മാസത്തിലെ 2ാമത്തെ വ്യാഴാഴ്ചയാണ് നമ്മൾ വേൾഡ് സൈറ്റ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. കണ്ണിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള ഇത്രയും കാര്യങ്ങൾ എല്ലാം കൂട്ടുകാർക്ക് ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട സെൻസ് ഓർഗനായ ചെവിയെക്കുറിച്ചാണ്. കേൾവിക്ക് മാത്രമല്ല, നമ്മുടെ ബോഡി ബാലൻസ് ചെയ്യാനും ചെവി സഹായിക്കുന്നുണ്ട് എന്ന് കൂട്ടുകാർക്കറിയാമോ? നമുക്ക് ചെവിയുടെ സ്ട്രക്ചർ മെയിനായിട്ട് 3ആയി തിരിക്കാം. ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ എന്നിവയാണവ. ഔട്ടർ ഇയറിൽ പ്രധാനമായും 3 ഭാഗങ്ങളുണ്ട്. പുറത്ത് കാണുന്ന പിന്ന, അകത്തേക്കുള്ള ഓഡിറ്ററി കനാൽ, പിന്നെ ടിംപാനം അഥവാ ഇയർ ഡ്രം. സൗണ്ട് വേവ്സിനെ ഓഡിറ്ററി കനാലിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നത് പിന്നെയാണ്. ഓഡിറ്ററി കനാലിലുള്ള ഹെയർസും ഇയർ വാക്സും പൊടിയും ഇൻഫെക്ഷൻസും വരാതെ സംരക്ഷിക്കുന്നു. സൗണ്ട് വേവ്സ് വന്ന് തട്ടുമ്പോൾ വൈബ്രേറ്റ് ചെയ്യുന്ന ഭാഗമാണ് ടിംപാനം. ഇനി മിഡിൽ ഇയർ നോക്കാം. മിഡിൽ ഇയറിൽ 3 ചെറിയ ബോൺസ് ഉണ്ട്. ഇവയെ ഇയർ ഓസിക്കിൾസ് എന്ന് വിളിക്കുന്നു. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്നിവയാണവ. ടിംപാനം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ബോൺസും വൈബ്രേറ്റ് ചെയ്യും. മിഡിൽ ഇയറിനെ ഫാരിങ്സുമായി കണക്ട് ചെയ്യുന്ന ട്യൂബാണ് യൂസ്റ്റേഷ്യൻ കനാൽ. ടിംപാനത്തിന്റെ ഇരുവശത്തുമുള്ള പ്രഷർ ബാലൻസ് ചെയ്യാൻ ഇത് സഹായിക്കുന്നു. ഇനി ഏറ്റവും ഉള്ളിലുള്ള ഇന്നർ ഇയർ നോക്കാം. ഇന്നർ ഇയറിലാണ് കേൾവിക്ക് സഹായിക്കുന്ന കോക്ലിയ ഉള്ളത്. കോക്ലിയ ഒരു സ്നെയിൽ ഷെല്ലിന്റെ ഷേപ്പിലുള്ള ഓർഗനാണ്. ഇതിന് 3 ചേംബറുകളുണ്ട്. മുകളിലത്തെയും താഴത്തെയും ചേംബറിൽ പെരിലിംഫ് എന്ന ഫ്ലൂയിഡാണ് ഉള്ളത്. നടുവിലത്തെ ചേംബറിൽ എൻഡോലിംഫ് എന്ന ഫ്ലൂയിഡുണ്ട്. നടുവിലത്തെയും താഴത്തെയും ചേംബറിനിടയിലുള്ള ബേസിലാർ മെംബ്രെയിനിലാണ് ഓർഗൻ ഓഫ് കോർട്ടി ഉള്ളത്. ഓർഗൻ ഓഫ് കോർട്ടിയിലാണ് ഓഡിറ്ററി റിസപ്റ്ററുകൾ ഉള്ളത്. സ്റ്റേപ്പിസ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ കോക്ലിയയിലെ ഓവൽ വിൻഡോ വൈബ്രേറ്റ് ചെയ്യുന്നു. അത് കോക്ലിയയിലെ ഫ്ലൂയിഡ്സിൽ വൈബ്രേഷൻ ഉണ്ടാക്കുന്നു. ഈ വൈബ്രേഷൻ ഓർഗൻ ഓഫ് കോർട്ടിയിലെ ഹെയർ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ ഇമ്പൾസസ് ഉണ്ടാകുകയും അത് ഓഡിറ്ററി നെർവ് വഴി ബ്രെയിനിലെത്തുകയും ചെയ്യുന്നു. അപ്പോഴാണ് നമ്മൾ സൗണ്ട് കേൾക്കുന്നത്. ഇനി ചെവി എങ്ങനെയാണ് ബോഡി ബാലൻസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇന്നർ ഇയറിലെ വെസ്റ്റിബുലാർ സിസ്റ്റമാണ് ഇതിന് സഹായിക്കുന്നത്. ഇതിൽ 3 സെമി സർക്കുലാർ കനാൽസും വെസ്റ്റിബ്യൂളും ഉണ്ട്. നമ്മൾ തല തിരിക്കുമ്പോൾ ഇതിനുള്ളിലെ എൻഡോലിംഫ് മൂവ് ചെയ്യുന്നു. അപ്പോൾ അവിടെയുള്ള ഹെയർ സെൽസ് സ്റ്റിമുലേറ്റ് ആകുകയും ഇമ്പൾസസ് ഉണ്ടാകുകയും ചെയ്യുന്നു. ഈ ഇമ്പൾസസ് വെസ്റ്റിബുലാർ നെർവ് വഴി ബ്രെയിനിലെത്തുമ്പോഴാണ് ബ്രെയിൻ ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വളരെ വലിയ സൗണ്ട് കേൾക്കുന്നത് നമ്മുടെ കേൾവിയെ ബാധിക്കും. അതുകൊണ്ട് 80 ഡെസിബലിന് മുകളിലുള്ള സൗണ്ട് നമ്മൾ ഒഴിവാക്കണം. അടുത്തതായി നമ്മൾ സ്മെൽ അഥവാ ഗന്ധം എങ്ങനെയാണ് അറിയുന്നതെന്ന് നോക്കാം. നമ്മുടെ മൂക്കിലെ മ്യൂക്കസ് മെംബ്രെയിനിൽ മില്യൺസ് കണക്കിന് ഓൾഫാക്ടറി റിസപ്റ്ററുകൾ ഉണ്ട്. നമ്മൾ ശ്വസിക്കുമ്പോൾ സ്മെൽ പാർട്ടിക്കിൾസ് മൂക്കിലെത്തുന്നു. അവ മ്യൂക്കസിൽ ഡിസോൾവ് ആകുകയും ഓൾഫാക്ടറി ന്യൂറോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അവിടെയുണ്ടാകുന്ന ഇമ്പൾസസ് ഓൾഫാക്ടറി നർവ് വഴി ബ്രെയിനിലെത്തുമ്പോഴാണ് നമ്മൾ സ്മെൽ അറിയുന്നത്. ഇനി നമുക്ക് ടേസ്റ്റ് അഥവാ രുചി എങ്ങനെയാണ് അറിയുന്നതെന്ന് നോക്കാം. നമ്മുടെ നാക്കിൽ ചെറിയ പാപ്പില്ലകളുണ്ട്. ഈ പാപ്പില്ലകളിലാണ് ടേസ്റ്റ് ബഡ്സ് ഉള്ളത്. ഓരോ ടേസ്റ്റ് ബഡിലും 100ഓളം കീമോ റിസപ്റ്ററുകളുണ്ട്. നമ്മൾ കഴിക്കുന്ന ഫുഡിലെ കെമിക്കൽസ് സലൈവയിൽ ഡിസോൾവ് ആകുന്നു. അവ ടേസ്റ്റ് ബഡ്സിലെ പോർസിലൂടെ ഉള്ളിൽ കടന്ന് കീമോ റിസപ്റ്ററുകളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഈ ഇമ്പൾസസ് ബ്രെയിനിലെത്തുമ്പോഴാണ് നമ്മൾ സ്വീറ്റ്, സോർ, സോൾട്ടി തുടങ്ങിയ ടേസ്റ്റുകൾ അറിയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്കിന്നിനെക്കുറിച്ചാണ്. സ്കിന്നിലൂടെ നമുക്ക് ടച്ച്, പെയിൻ, ഹീറ്റ്, പ്രഷർ എന്നിവ അറിയാൻ സാധിക്കും.
സ്കിന്നിൽ പലതരം റിസപ്റ്ററുകൾ ഉണ്ട്. പെയിൻ അറിയാൻ സഹായിക്കുന്ന പ്രോസസ്സാണ് നോസിസെപ്ഷൻ. ഇതിനായി സ്കിന്നിൽ നോസി റിസപ്റ്ററുകൾ ഉണ്ട്. നമ്മൾ ചൂടുള്ള ഒരു വസ്തുവിൽ തൊടുമ്പോൾ നോസി റിസപ്റ്ററുകൾ ഇമ്പൾസസ് ഉണ്ടാക്കുന്നു. ഇത് സ്പൈനൽ നെർവ് വഴി ബ്രെയിനിലെത്തുമ്പോഴാണ് നമുക്ക് പെയിൻ ഫീൽ ചെയ്യുന്നത്. ഇതുപോലെ മറ്റ് മൃഗങ്ങൾക്കും പലതരം സെൻസറി മെക്കാനിസംസ് ഉണ്ട്. അമീബ കെമിക്കൽസ് തിരിച്ചറിഞ്ഞ് അതിൽ നിന്നും മാറി സഞ്ചരിക്കുന്നു. യൂഗ്ലീനയ്ക്ക് ലൈറ്റ് അറിയാൻ ഐ സ്പോട്ട് ഉണ്ട്. ഇൻസെക്ട്സിന് ഒമാറ്റീഡിയ എന്ന കോമ്പൗണ്ട് ഐ ആണുള്ളത്. കൂടാതെ അവർക്ക് സ്മെല്ലും ടച്ചും അറിയാൻ ആന്റിനയുണ്ട്. ബാറ്റ് അഥവാ വവ്വാലുകൾ എക്കോലൊക്കേഷൻ ഉപയോഗിച്ചാണ് സഞ്ചരിക്കുന്നത്. പരുന്തുകൾക്ക് വളരെ ദൂരെയുള്ള കാഴ്ച കാണാനും അൾട്രാവയലറ്റ് റേഡിയേഷൻ അറിയാനും സാധിക്കും. പാമ്പുകൾക്ക് സ്മെല്ലറിയാൻ ജേക്കബ്സൺസ് ഓർഗൻ സഹായിക്കുന്നു. നായ്ക്കൾക്ക് സ്മെല്ലറിയാൻ വളരെ പവർഫുള്ളായ ഓൾഫാക്ടറി റിസപ്റ്ററുകൾ ഉണ്ട്. ആനകൾക്ക് മനുഷ്യരെക്കാൾ കൂടുതൽ ഓൾഫാക്ടറി ജീൻസ് ആണുള്ളത്. നമ്മുടെ സെൻസസ് എല്ലാം വളരെ സങ്കീർണവും എന്നാൽ വളരെ രസകരവുമല്ലേ കൂട്ടുകാരെ? ഈ സെൻസസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ മനോഹരമായ ലോകം എൻജോയ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ സെൻസ് ഓർഗൻസിനെ എപ്പോഴും വളരെ സേഫായിട്ട് നമ്മൾ നോക്കണം. അപ്പോൾ ബിഹൈൻഡ് സെൻസേഷൻസ് എന്ന ഈ ചാപ്റ്റർ എല്ലാവർക്കും വളരെ നന്നായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ കണ്ണിലെ ലെൻസിന്റെ കർവേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന മസിൽസ് ഏതാണ്? ഉത്തരം അറിയാവുന്നവർ ഉടൻ താഴെ കമന്റ് ബോക്സിൽ പറയൂ. അടുത്ത വീഡിയോയിൽ കാണാം.